വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ മേഖലയിലെ അവശിഷ്ടങ്ങൾ മറ്റൊരു ദുരന്തത്തിന് സാധ്യതയുണ്ടാക്കുമെന്ന് പഠന റിപ്പോർട്ട് വന്നിരിക്കുന്നു. മഴ കനത്താൽ പ്രഭവ കേന്ദ്രത്തിലെ അവശിഷ്ടങ്ങൾ താഴേക്ക് കുത്തിയൊലിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഐസർ മൊഹാലിയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. ബിപിൻ സി വിജയൻ ചൂരൽമലയിൽ നിന്നും തത്സമയം ചേരുന്നു. ബിപിൻ, ഗുഡ് മോർണിംഗ്. വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ് എസ് കെ. ഈ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായതിനു ശേഷം നിരവധി ജിയോളജിസ്റ്റുകളും സ്ഥാപനങ്ങളും ഒക്കെ ഇവിടെ എത്തി പഠനം നടത്തിയിരുന്നു. അതിൽ ഇപ്പോൾ ഐസർ മൊഹാലിയുടെ ഗവേഷകർ നടത്തിയിട്ടുള്ള ആ ഒരു പഠന റിപ്പോർട്ട് കുറച്ചുകൂടി ഗൗരവമുള്ളതാണ്. കാരണം ഈ ഉരുൾപൊട്ടൽ ഉണ്ടായതിന്റെ ഏറ്റവും പ്രഭവ കേന്ദ്രമായിട്ടുള്ള ഈ വെള്ളരിമല പ്രദേശത്ത് അവിടെ മണ്ണ് ഇളകി കിടക്കുകയാണ്. ഒപ്പം തന്നെ വലിയ വലിയ പാറക്കെട്ടുകളുമുണ്ട്. ആ കാഴ്ചയിൽ തന്നെ നമുക്ക് കാണാം, ഈ ഒരു മുണ്ടക്കൈ ചൂരൽമല വരെയൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ തന്നെ വലിയ പാറക്കെട്ടുകളും മരങ്ങളും മണ്ണും എല്ലാം കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ മഴ കനത്താൽ ഇനി തുലാം മഴ വരാൻ പോവുകയാണ്. അങ്ങനെ തുലാവർഷം കനക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടി താഴത്തേക്ക് വീണ്ടും പതിക്കാനുള്ള സാധ്യതയാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. ഒപ്പം തന്നെ ഇങ്ങനെ ഇത് കുത്തിയൊലിച്ചു വരുമ്പോൾ ആ പ്രദേശത്ത് ചെറിയ പാറ ഇടുക്കുകളുണ്ട്. ഈ പാറ ഇടുക്കുകളിൽ ഇതെല്ലാം തന്നെ സ്വരൂപിക്കുകയും ഒരു ഡാമിംഗ് എഫക്റ്റ് ഉണ്ടാവുകയും അത് താഴത്തേക്ക് പതിക്കുമ്പോൾ കൂടുതൽ പ്രഹരശേഷി ഉള്ളതായി മാറുകയും ചെയ്യുമെന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ ഈ ചൂരൽമല മുണ്ടക്കൈ പ്രദേശത്ത് അവിടെ നാശനഷ്ടം ഉണ്ടാകാത്ത വീടുകൾ അത് വാസയോഗ്യമാണോ, ആ പ്രദേശത്ത് ഇനി താമസിക്കാൻ കഴിയുമോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സർക്കാരിന്റെ പരിഗണനയിലാണ്. അതിന്റെ പഠനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട് കൂടി വരുന്നത്. ഇത് വളരെ ഗൗരവമായി തന്നെ ചിന്തിക്കേണ്ട ഒരു കാര്യവുമാണ്. ഒപ്പം തന്നെ ഈ പുഴയിലെ ഒരു ഗതി മാറ്റുന്ന രീതിയിൽ ഇനി മഴ കനക്കുകയാണെങ്കിൽ പുഴയുടെ ഗതി മാറുന്ന രീതിയിലേക്ക് മാറും എന്നും ഈ റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. പ്രധാനമായിട്ടുള്ള ഒരു കാര്യം, ഈ പ്രദേശത്ത് ജോൺ മത്തായി അടങ്ങുന്ന ഒരു ജിയോളജിസ്റ്റ് സംഘം പരിശോധന നടത്തിയിരുന്നു. അവർ ഏതൊക്കെ പ്രദേശങ്ങളാണ് സുരക്ഷിതം അല്ലാത്തത് എന്നുള്ളൊരു പഠനം ഇതിനോടകം തന്നെ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഇവിടെ എത്രത്തോളം വാസയോഗ്യമാണ്, ഈ സാധനങ്ങൾ താഴത്തേക്ക് വരാനുള്ള സാധ്യത ഉണ്ടോ, അവിടുത്തെ അവശിഷ്ടങ്ങൾ എത്രത്തോളം താഴത്തേക്ക് പതിക്കുമെന്നുള്ള കാര്യങ്ങൾ കൂടി സർക്കാർ അടിയന്തരമായിട്ടുള്ള ഇടപെടലും പഠനവും വേണം എന്നുള്ളത് കൂടി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എസ് കെ. ഓക്കെ, താങ്ക് യു ബിപിൻ സി വിജയൻ.